പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ഏപ്രിൽ 15 ചൊവ്വ. പ്രധാന വാർത്തകൾ. കുടുംബത്തോടൊപ്പം സഞ്ചരിക്കവേ വാഹനം ഒട്ടകത്തിലിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കൊല്ലം സ്വദേശി ഒമാനിൽ മരിച്ചു. താമരക്കുളത്തെ ജോസഫ് വിക്ടർ 37 വയസ്സാണ് മസ്കത്തിൽ മരിച്ചത്. മസ്കറ്റിലെ ഏറ്റവും ഉയരം കൂടിയ കൊടിമരം അടുത്ത മാസം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി ചെയർമാൻ അഹമ്മദ് അൽ ഹുമൈദി പ്രഖ്യാപിച്ചു. $10 മില്യൺ ചെലവ് കണക്കാക്കുന്ന ഈ പദ്ധതി സ്വകാര്യ മേഖലയുമായി സഹകരിച്ചാണ് നടപ്പിലാക്കിയത്. ധോഫാർ ഗവർണർ സയ്യിദ് മർവാൻ ബിൻ തുർക്കി അൽ സയ്യിദിന്റെ രക്ഷാകർതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം മസ്കറ്റിൽ ആരംഭിച്ച ഒമാനി സൊസൈറ്റി ഫോർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ 8ാമത് വാർഷിക സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. 126 മീറ്റർ ഉയരത്തിൽ അൽ ഖുവൈറിൽ പണി പൂർത്തിയായ ഈ കൊടിമരം ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിതിയാണ്. 135 ടൺ സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച ഇതിന്റെ പുറം വ്യാസം അടിഭാഗത്ത് 2800 മില്ലിമീറ്ററും മുകളിൽ 900 മില്ലിമീറ്ററുമാണ്. സന്ദർശക വിസ എടുത്ത് ഒമാനിലേക്ക് പുറപ്പെട്ട 5 കുടുംബത്തിന്റെ യാത്ര തങ്ങളുടേതല്ലാത്ത കാരണം കൊണ്ട് മുടങ്ങി. ബോർഡിംഗ് പാസ് ലഭിച്ച് എമിഗ്രേഷൻ വിഭാഗത്തിലെത്തിയപ്പോഴാണ് മത്രയിലുള്ള മലയാളി പ്രവാസിയോടൊപ്പം ചേരാനായി കണ്ണൂർ എയർപോർട്ടിലെത്തിയ കണ്ണൂർ കണ്ണാടിപ്പറമ്പ് സ്വദേശിയുടെ ഭാര്യയുടെയും മക്കളുടെയും യാത്രയ്ക്ക് തടസ്സം നേരിട്ടത്. കുടുംബത്തെ സ്വീകരിക്കാൻ മസ്കത്ത് എയർപോർട്ടിലേക്ക് പുറപ്പെട്ട ശേഷമാണ് ഒമാനിലുള്ള പ്രവാസി യാത്ര മുടങ്ങിയ വിവരം അറിയുന്നത്. 4 പെൺമക്കൾക്ക് മാതാവിനെ കൂടാതെ യാത്ര അസാധ്യമായതിനാൽ 5 പേരുടെയും യാത്ര മുടങ്ങുകയായിരുന്നു. തങ്ങളുടേതല്ലാത്ത പിഴവ് മൂലം പ്രവാസിക്ക് സംഭവിച്ചത് വൻ നഷ്ടമാണ്. 5 പേരുടെ ടിക്കറ്റ്, യാത്രാ വിസ ചെലവ്, താൽക്കാലികമായി എടുത്ത കെട്ടിട വാടക തുടങ്ങി ഭീമൻ നഷ്ടമാണ് പ്രവാസി തൊഴിലാളിക്ക് നിലച്ചിരിക്കാതെ വന്നുപെട്ടത്. ഭാര്യയുടെ പാസ്പോർട്ട് ക്യാൻസലാണെന്നും കുട്ടികൾക്ക് യാത്ര തടസ്സമില്ലെന്നുമാണ് എമിഗ്രേഷനിൽ നിന്നും അറിയിച്ചതെന്ന് മത്രയിലെ പ്രവാസി പറഞ്ഞു. അപേക്ഷിക്കാതെ പാസ്പോർട്ട് സ്വയം ക്യാൻസലാകുന്ന സംഭവം ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേ പാസ്പോർട്ട് ഉപയോഗിച്ചാണ് മക്കൾക്കും ഭാര്യയ്ക്കും വിസ എടുത്തതും ബോർഡിംഗ് പാസ് ലഭിച്ചതും. കാലാവധി തീർന്ന മൈനറായ മകളുടെ പാസ്പോർട്ട് പുതുക്കാനായി പാസ്പോർട്ട് ഓഫീസിൽ ഏൽപ്പിച്ചിരുന്നു. മകൾക്ക് പുതിയ പാസ്പോർട്ട് നൽകി പഴയത് ക്യാൻസൽ ചെയ്തപ്പോൾ കൂട്ടത്തിൽ അശ്രദ്ധയിൽ മാതാവിന്റെ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്തതാകാനാണ് സാധ്യത എന്നാണ് കരുതുന്നത്. കണ്ണൂർ പാസ്പോർട്ട് ഓഫീസിലെ ജീവനക്കാരന് പറ്റിയ പിഴവിൽ ഭീമമായ നഷ്ടം സഹിക്കേണ്ടി വന്നത് പാവം പ്രവാസിക്കാണ്. പാസ്പോർട്ട് റദ്ദാക്കിയതായി സീലോ മറ്റോ രേഖപ്പെടുത്തി കണ്ടതുമില്ലെന്നാണ് പ്രവാസി പ്രയാസത്തോടെ പറയുന്നത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.